ഹായ്, നമ്മളപ്പോൾ ഇപ്പോൾ ഉള്ളത് തൊപ്പിവാപ്പ ബിരിയാണിയിലാണ്. എറണാകുളം MG റോഡിൽ അതിൻ്റെ അടുത്തുള്ളതാണ്. നമ്മളന്ന് ബാലി ഫെസ്റ്റിവൽ കാണാൻ പോയി കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും അങ്ങനെ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കുന്നതാണ്. നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ബിരിയാണി മാത്രമല്ല ഓർഡർ ചെയ്തേ, നമ്മൾ ഫ്രൈഡ് റൈസ് ഓർഡർ ചെയ്തു, വെജ് ഫ്രൈഡ് റൈസ്, ചില്ലി ചിക്കൻ, പിന്നെ നമ്മുടെ ബിരിയാണി. മുട്ടയൊക്കെ ഉണ്ടല്ലോ, പിന്നെ സാലഡ് ഉണ്ടായിരുന്നു, പിന്നെ എന്തോ ഒരു കറി ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ മുട്ട വെച്ചിട്ടുള്ള ബിരിയാണിയൊക്കെ കുറവാണ് കിട്ടുന്നത് എല്ലായിടത്തും. പിന്നെ മുട്ടയ്ക്ക് എക്സ്ട്രാ കാശൊക്കെ കൊടുക്കണം. ഇതിപ്പോൾ ഈ ഒരു ബിരിയാണിക്ക് 250 രൂപയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മുട്ടേൻ്റെ പ്രൈസൊക്കെ ചിലപ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടാവും. തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണെന്നാണ് അവർ പറഞ്ഞത്. അവരുടെ പ്ലേറ്റിംഗ് ഒക്കെ കൊള്ളാം കേട്ടോ. മറ്റേ പ്ലേറ്റിൽ വാഴയിലേക്ക് റൗണ്ട് ഷേപ്പിലൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ലൊരു വ്യത്യസ്തമായൊരു പ്ലേറ്റിംഗ് ആയിരുന്നു നമ്മളിവിടെ എറണാകുളത്ത് കണ്ടതിൽ വെച്ചിട്ട്. ഇത് ഒരു തമിഴ്നാട് സ്റ്റൈൽ എന്തോ കറിയാണ്, കുറച്ച് പുളിപ്പൊക്കെ ഉണ്ട്. എനിക്ക് വഴുതനങ്ങയ്ക്കിട്ട് എന്തോ കറിയാണെന്ന് തോന്നുന്നു. പിന്നെ സാലഡ് എല്ലാം ബക്കറ്റ് സൈസ് ഉണ്ട് കേട്ടോ. കുറേ സാലഡും കുറേ കറിയൊക്കെ ഇത്രയും സൈസിൽ ബിരിയാണീൻ്റെ കൂടെ സൈഡ്സ് കൊടുക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു ബിരിയാണി കഴിച്ചു നോക്കുന്നുണ്ട്. വലിയ ഭാവമാറ്റമൊന്നും മുഖത്ത് കണ്ടില്ല. ഈ എറണാകുളത്ത് നിന്ന് ആദ്യമായിട്ടാണ് നമ്മൾ ഈ തമിഴ്നാട് സ്റ്റൈലിൽ ബിരിയാണി കഴിക്കണത്. കുഴപ്പമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടുത്തെ പോലെ അങ്ങനെ മസാലയൊന്നും ഉണ്ടാവില്ല. ചിക്കനൊക്കെ ഒരു വെള്ള കളറോടെ ഇരിക്കും, അങ്ങനെ മസാലയൊന്നും പിടിച്ചിട്ടില്ല. അങ്ങനെ കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു. അത് വെജീസും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ എനിക്ക് വലിയ ടേസ്റ്റായിട്ട് അങ്ങനെ തോന്നിയില്ല. അതിൻ്റെ ഒപ്പം കറിയായിട്ട് ചില്ലി ചിക്കൻ ആയിരുന്നു. പക്ഷെ നമ്മുടെ ഇവിടെ നോർമലി കഴിക്കണ പോലത്തെ ഒരു ടേസ്റ്റ് ആയിരുന്നില്ല, വേറൊരു ടേസ്റ്റായിരുന്നു. എനിക്കത് അത്ര ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ ബിരിയാണി കുഴപ്പമുണ്ടായിരുന്നു, അത് നല്ലതാണ്, അത് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷേ അത് പോരായിരുന്നു. ഇനി എൻ്റെ മാത്രം ഒരു അഭിപ്രായമായിരിക്കും. ബാക്കി എല്ലാവരും കഴിച്ചിട്ട് കുഴപ്പമില്ലെന്നാണ് പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, ഒരു വ്യത്യസ്തമായ ടേസ്റ്റ്, നമ്മൾ കഴിച്ചൊരു ടേസ്റ്റ് അല്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് അങ്ങനെ തോന്നിയത്. അതിന് ബാക്കി ആൾക്കാരുടെ അഭിപ്രായം ചോദിക്കാം. അപ്പോൾ ബിരിയാണിയുടെ കൂടെ ഒരു മുട്ടയാണല്ലോ കിട്ടിയത്. അപ്പോൾ പകുതി കൊട്ടെടുത്ത് പകുതി ഞാനെടുത്തു. അപ്പോൾ നമുക്ക് ആദ്യം റൈസിൻ്റെ മേലെ കുറച്ച് മുട്ട, പിന്നെ കുറച്ച് സാലഡ്, പിന്നെ ഒരു കഷ്ണം ചിക്കൻ്റെ ഒരു ചെറിയൊരു കഷ്ണം, വീണ്ടും അതിൻ്റെ മേലിൽ കുറച്ച് റൈസും കൂടെ വാരിപ്പൊത്തുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ചൊരു പിടിയങ്ങ് പിടിക്കണം. ഓ വാവ്! അപ്പോൾ ഒരു വ്യത്യസ്തമായ വേറൊരു ടേസ്റ്റും കിട്ടും. അപ്പോൾ ഫ്രൈഡ് റൈസ് ഞാൻ ലാസ്റ്റാണ് ട്രൈ ചെയ്തത്. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫ്രൈഡ് റൈസിൽ ചിക്കനിൽ ഒരു കഷ്ണം പോലും ബാക്കി ഉണ്ടായിരുന്നില്ല. എന്തോരം മുളക് അതിൽ. എനിക്ക് ഈ മുളക് ഇങ്ങനെ അധികം കടിക്കുന്ന ഇഷ്ടമല്ല. അപ്പോൾ അതെല്ലാം ഞാൻ പെറുക്കി മാറ്റും. അപ്പോൾ നമ്മുടെ ചിക്കൻ കഷ്ണം ഒന്നും കിട്ടിയില്ല എനിക്ക്. അവരെല്ലാം തീർത്തൊരു കഷ്ണം പോലും എനിക്ക് വെച്ചിട്ടുണ്ടായില്ല. പോട്ടെ, സാരമില്ല. അങ്ങനെ ലാസ്റ്റ് ആ ഗ്രേവിയും മറ്റുമൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ഇതിൽ കുറേ സംഗതികളൊക്കെ ഉണ്ട്. പനീറൊക്കെ ഉണ്ട്. പനീറൊക്കെ നല്ല ഭംഗിക്ക് കാണാൻ തന്നെ നല്ല രസമുണ്ട്. നല്ല ഭംഗിക്ക് അരിഞ്ഞ് അതിലിട്ടിട്ടുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. ചില്ലി ചിക്കൻ്റെ ടേസ്റ്റ് എനിക്ക് തോന്നുന്നത് കുഴപ്പമില്ല, നോർമൽ ആ ഒരു ടേസ്റ്റ് തന്നെ. ഭയങ്കര വലിയ അധികമായിട്ട് പറയാനായിട്ടില്ല. സാധാരണ ഒരു ചില്ലി ചിക്കൻ. പിന്നെ സാധാരണ ചില്ലി ചിക്കനിൽ ഞാൻ പച്ച കളറിലെ ക്യാപ്സിക്കം കാണാറുള്ള, ഇവിടെ ഇപ്പം നല്ല ചുവന്ന കളറിലെ ക്യാപ്സിക്കം നല്ല വലിപ്പത്തിൽ കിടക്കുന്നുണ്ട്. പിന്നെയും കുറേ മുളകുണ്ട്, ലോട്ട്സ് ഓഫ് മുളക്. കുറേ ഞാൻ പെറുക്കി മാറ്റിയിട്ടുണ്ട് മുളക്. തിന്ന് എനിക്ക് മുളകാണോ ബീൻസാണോ എന്നൊരു സംശയം എനിക്കില്ലാതില്ല. എന്തായാലും ഞാൻ എന്താ സംഗതി ആണെങ്കിലും ഞാനത് പെറുക്കി മാറ്റി. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, എനിക്ക് താല്പര്യമില്ല അത് കഴിക്കാൻ, അതുകൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഗ്രേവി വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു, അത്രേ ഉള്ളൂ. വേറെ ചിക്കൻ കഷ്ണത്തിനെ കുറിച്ച് അഭിപ്രായം പറയാൻ അത് കഴിക്കാത്തതുകൊണ്ട് എനിക്കറിയില്ല. ഗ്രേവിയും സവാളയും റൈസും വെച്ചിട്ട് തന്നെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇത് ബിരിയാണീൻ്റെ കൂടെ കിട്ടിയ സാലഡാണ്. അപ്പോൾ ഞാനത് വേറെ സംഗതികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് വെച്ചൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പരീക്ഷണമായിരുന്നെങ്കിൽ കൂടിയും സംഗതി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫ്രൈഡ് റൈസിന് വേറൊരു ടേസ്റ്റ് കിട്ടി. എനിക്ക് ആ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആ ഒരു കോമ്പിനേഷൻ കൊള്ളായിരുന്നു. ഫ്രൈഡ് റൈസ്, പിന്നെ മറ്റേ ഗ്രേവി, പിന്നെ സവാള, ആ സാലഡ് എല്ലാം കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ സോസും ടൊമാറ്റോ സോസും ചില്ലി സോസൊക്കെ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഒരു ഭംഗിക്ക് അതും കൂടെ കൂട്ടിയിട്ടുണ്ട്. കുഴപ്പമില്ല, അത്രേ ഉള്ളൂ. നമുക്ക് കൂടുതലായിട്ട് എടുത്തു പറയാനായിട്ടൊന്നുമില്ല. സാധാരണ ഒരു ചില്ലി ചിക്കൻ, കുറച്ച് പൈസയുണ്ട്, നല്ല അത്യാവശ്യം പൈസയുണ്ട്.
പിന്നെ അത്തരം ഒരു സ്ഥലത്ത് അവർ അത്രയും ഇൻറ്റീരിയേഴ്സും അത്രയും ഫെസിലിറ്റീസൊക്കെ വെച്ച സ്ഥിതിക്ക് ഈ ഒരു പൈസ അവരെന്തായാലും ഈടാക്കേണ്ടതായിരിക്കും, ഈടാക്കാണ്ടിരിക്കില്ലല്ലോ. ചായ ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ചായയായിരുന്നു. എനിക്ക് തോന്നുന്നു ഹോർലിക്സ് ഒക്കെ അവർ നല്ലോണം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോർലിക്സിൻ്റെയും പാലിൻ്റെയും ചുവയാണ് ഏറ്റവും കൂടുതൽ. ചായപ്പൊടിയുടെ ചുവയൊന്നും അങ്ങനെ ഉണ്ടായില്ല, ശരിക്കും ഒരു ഹോർലിക്സ് കുടിക്കുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അവർ ഈ സ്റ്റിക്കറൊക്കെ വിളിച്ചളയാൻ മറന്നു എന്ന് തോന്നുന്നുണ്ട്, അങ്ങനെ തന്നെ ഇരിപ്പുണ്ടാക്കുക.